താഴെ പറയുന്നവയിൽ ഏത് കൃതിക്കാണ് സുഗതകുമാരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? രാത്രിമഴ, അമ്പലമണി, പാതിരാപ്പൂക്കൾ, പാവം മാനവഹൃദയം. സുഗതകുമാരിക്ക് കേരള സാഹിത്യ അക്കാദമി ലഭിച്ച കൃതി ഉത്തരം ഓപ്ഷൻ സി ആണ്, പാതിരാപ്പൂക്കൾ. വർഷം 1968. 1968 പാതിരാപ്പൂക്കൾ എന്ന കൃതിക്കാണ് സുഗതകുമാരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അനുഗൻ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? അളിയൻ, കാമുകൻ, അച്ഛൻ, ബന്ധു. അനുഗൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാമുകൻ. തദ്ധിതം എത്ര വിധം? ഉത്തരം ഓപ്ഷൻ സി 4. തദ്ധിതം 4 വിധമാണ്. നന്ദനാർ ആരുടെ തൂലികാനാമമാണ്? നന്ദനാർ ആരുടെ തൂലികാനാമമാണ്? പി സി കുട്ടിക്കൃഷ്ണൻ, മുട്ടത്തു വർക്കി, പി സി ഗോപാലൻ, എ കെ ഗോപാലൻ. നന്ദനാർ ആരുടെ തൂലികാനാമമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പി സി ഗോപാലൻ. പി സി ഗോപാലൻ്റെ തൂലികാനാമമാണ് നന്ദനാർ. നന്ദനാർ പി സി ഗോപാലൻ്റെ തൂലികാനാമം ആണ്. കോയിത്തമ്പുരാൻ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്? കോയിത്തമ്പുരാൻ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഭാര്യയെ വെറുക്കുന്നവൻ, ഭാര്യയെ മറക്കുന്ന ഭർത്താവ്, ഭാര്യയുടെ വരുതിയിൽ നിൽക്കുന്ന ഭർത്താവ്, ഭാര്യയെ കുറ്റം പറയുന്ന ഭർത്താവ്. കോയിത്തമ്പുരാൻ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഭാര്യയുടെ വരുതിയിൽ നിൽക്കുന്ന ഭർത്താവ്. ഭാര്യയുടെ വരുതിയിൽ നിൽക്കുന്ന ഭർത്താവിനെയാണ് കോയിത്തമ്പുരാൻ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. വെള്ളായി അപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? വെള്ളായി അപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഓടയിൽ നിന്ന്, കടൽ തീരത്ത്, അസുരവിത്ത്, ഏണിപ്പടികൾ. വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കടൽ തീരത്ത്. കടൽ തീരത്ത് എന്ന കൃതിയിലെ കഥാപാത്രമാണ് വെള്ളായി അപ്പൻ. വെള്ളായിയപ്പൻ കടൽ തീരത്ത് എന്ന കൃതിയിലെ ഒരു കഥാപാത്രം ആണ്. Where there is life, there is hope. Where there is life, there is hope. ഈ വാക്യത്തിൻ്റെ ഏറ്റവും ഉചിതമായ തർജ്ജമ ഏത്? ജീവിതത്തിൽ പ്രതീക്ഷകൾക്ക് സ്ഥാനമില്ല, ജീവനുള്ളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, പ്രതീക്ഷകൾ ഇല്ലാത്തതാണ് ജീവിതം, ജീവിതത്തിൽ പ്രതീക്ഷകൾ കുറച്ചു മതി. Where there is a life, there is a hope എന്നതിൻ്റെ തർജ്ജമ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജീവനുള്ളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ജീവനുള്ളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഉപമാ തൽപുരുഷൻ സമാസത്തിന് ഉദാഹരണം ഏത്? സുഖദുഃഖം, മുഖകമലം, തളിർമേനി, നീലമേഘം. ഉപമാ തൽപുരുഷൻ സമാസത്തിന് ഉദാഹരണം ഏത്? ഉപമാ തൽപുരുഷൻ സമാസത്തിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, തളിർമേനി. ഉപമാ തൽപുരുഷൻ സമാസത്തിന് ഉദാഹരണം ഉത്തരം ഓപ്ഷൻ സി, തളിർമേനി. തളിർമേനി. ജോൺ പ്രിഫേഴ്സ് ഇംഗ്ലീഷ് നോവൽസ് ടു മലയാളം വൺസ്. ഈ വാക്യത്തിൻ്റെ മലയാള തർജ്ജമ ഏത്? ജോണിന് മലയാളം നോവലുകളും ഇംഗ്ലീഷ് നോവലുകളും ഇഷ്ടമാണ്. മലയാളം നോവലുകളേക്കാൾ ഇംഗ്ലീഷ് നോവലുകളാണ് ജോണിന് ഇഷ്ടം. ജോണിന് മലയാളം നോവലുകളും ഇംഗ്ലീഷ് നോവലുകളും ഇഷ്ടമാണ്. മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും ഏതാനും നോവലുകൾ മാത്രമാണ് ജോണിന് ഇഷ്ടം. ജോൺ പ്രിഫേഴ്സ് ഇംഗ്ലീഷ് നോവൽസ് ടു മലയാളം വൺസ്. ഈ വാക്യത്തിൻ്റെ ശരിയായ തർജ്ജമ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മലയാളം നോവലുകളേക്കാൾ ഇംഗ്ലീഷ് നോവലുകളാണ് ജോണിന് ഇഷ്ടം. ജോൺ പ്രിഫേഴ്സ് ഇംഗ്ലീഷ് നോവൽസ് ടു മലയാളം വൺസ് എന്നതിൻ്റെ തർജ്ജമ മലയാളം നോവലുകളിലേക്കാൾ ഇംഗ്ലീഷ് നോവലുകളാണ് ജോണിന് ഇഷ്ടം. മനോഹരങ്ങളായ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത്? മനോഹരങ്ങളായ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു. ഇതിലെ തെറ്റായ പ്രയോഗം ഉത്തരം ഓപ്ഷൻ സി ആണ്, മനോഹരങ്ങളായ. മനോഹരങ്ങളായ എന്ന ശൈലി തെറ്റാണ്, പകരം മനോഹരമായ എന്നാണ് ഉപയോഗിക്കുക. മനോഹരമായ കാഴ്ചകൾ. ഓക്കെ, മനോഹരമായ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു, അതാണ് കറക്റ്റ് ശൈലി. മനോഹരങ്ങളായ എന്ന് ഉപയോഗിക്കില്ല, അത് തെറ്റാണ്.